ദൈവനാമത്തിന് മഹത്വം. നിസി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബൈബിൾ ക്വിസ് എല്ലാവർക്കും അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. നമ്മുടെ ബൈബിൾ ക്വിസ് നടക്കുന്നത് തിങ്കൾ, ബുധൻ, വെള്ളി ഈ 3 ദിവസങ്ങളാണ്. അതുപോലെ തന്നെ ഓരോ പുസ്തകം ബേസ് ചെയ്തായിരിക്കും 5 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. 5 അല്ലെങ്കിൽ 6 ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ഒരു ബൈബിൾ ക്വിസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദൈവവചനം പഠിക്കുവാനുള്ള ഉത്സാഹത്തോടു കൂടി തന്നെ ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുക. ആരും ഇതൊരു മത്സരമായി കാണരുത്. ഒരു ദൈവവചന പഠന മാർഗം ആയി മാത്രം ഇതിനെ കാണുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നായിരുന്നു. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ദാവീദ് രാജാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? എന്തുകൊണ്ട് അത് സാധിച്ചില്ല? ഉത്തരം ഇതാണ്: ദാവീദ് രാജാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവത്തിനൊരാലയം, അതായത് ദൈവാലയം, യഹോവയ്ക്കൊരാലയം പണിയുക എന്നതായിരുന്നു. എന്നാൽ ദാവീദ് ഒരു യോദ്ധാവായിരുന്നതുകൊണ്ടും ധാരാളം യുദ്ധങ്ങൾ ചെയ്തതുകൊണ്ടും ദൈവവനെ ദൈവാലയം പണിയുവാൻ അനുവദിച്ചില്ല. 1 ദിനവൃത്താന്തം 22:7-8 വാക്യങ്ങൾ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ശൗൽ മരിക്കേണ്ടി വന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം ഇതാണ്: യഹോവയുടെ ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കയായികയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും. 1 ദിനവൃത്താന്തം 10:13. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: യഹോവയുടെ സന്നിധിയിലും വാസസ്ഥലത്തുമുള്ളത് എന്താണ്? ഉത്തരം 1 ദിനവൃത്താന്തം 16:27 നമുക്ക് ഇങ്ങനെ വായിക്കുവാനായിട്ട് സാധിക്കും: യശസ്സും തേജസ്സും അവൻ്റെ സന്നിധിയിലും ബലവും ആനന്ദവും അവൻ്റെ വാസസ്ഥലത്തിലും ഉണ്ട്. നാലാമത്തെ ചോദ്യം ഇതാണ്: ദൈവാലയം പണിയുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ദാവീദിന് എവിടെ നിന്നാണ് ലഭിച്ചത്? ഉത്തരം 1 ദിനവൃത്താന്തം 28:19 നാം ഇങ്ങനെ വായിക്കുന്നു: ഇവയെല്ലാം, ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തൻ്റെ കൈകൊണ്ട് എഴുതിയ രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നുവെന്ന് ദാവീദ് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് യഹോവ എനിക്ക് വേണ്ടി തൻ്റെ കൈകൊണ്ട് എഴുതിയ രേഖാമൂലം, അതായത് യഹോവയുടെ കൈകൊണ്ട് എഴുതിയ രേഖാമൂലം. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: ഇസ്രായേൽ ജനതയുടെ സെൻസസ് എടുക്കാൻ ദാവീദ് രാജാവിനെ പ്രേരിപ്പിച്ചത് ആരാണ്? ഉത്തരം ഇതാണ്: സാത്താൻ. 1 ദിനവൃത്താന്തം 21:1. അടുത്ത നമ്മുടെ ചോദ്യങ്ങൾ ചേരുംപടി ചേർക്കാനുള്ളതായിരുന്നു. അതിൻ്റെ ഒന്നാമത്തെ ചോദ്യം ഒർനാൻ, അതിൻ്റെ ഉത്തരം വരുന്നത് ഗോതമ്പ്. 1 ദിനവൃത്താന്തം 21:22. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ഏർ, അതിൻ്റെ ഉത്തരം വരുന്നത് അനിഷ്ടൻ. 1 ദിനവൃത്താന്തം 2:3. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ബെനയാവ്, ഇതിൻ്റെ ഉത്തരം വരുന്നത് അകമ്പടി നായകൻ. 1 ദിനവൃത്താന്തം 11:24-25. നാലാമത്തെ ചോദ്യം യോവാവ്, ഇതിൻ്റെ ഉത്തരം വരുന്നത് സേനാധിപതി. 1 ദിനവൃത്താന്തം 18:15. അഞ്ചാമത്തെ ചോദ്യം കാവൽ പട്ടാളം, ഇതിൻ്റെ ഉത്തരം വരുന്നത് ഏദോമ്യർ. 1 ദിനവൃത്താന്തം 18:13. ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ശരിയുത്തരം അയച്ച 10 പേർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ 12-ാം ദിനത്തിൽ ആദ്യം ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ബ്ലസ്സിയോവേതാണ്. പക്ഷേ അതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 5 ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ചിട്ടുള്ളൂ. 6-ാമത്തെ ചോദ്യത്തിന് ഉത്തരം അയച്ചിട്ടില്ല. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ആദ്യം ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ സീന പോൾ. രണ്ടാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം അയച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കാം. രണ്ടാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം അയച്ചിരിക്കുന്നത് ബ്രദർ ജോർജ് പി സ്കറിയ. മൂന്നാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ബീന ബോസ്. നാലാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഡൈജി ബിനു. അഞ്ചാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം അയച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കാം. അഞ്ചാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം അയച്ചിരിക്കുന്നത് എല്ലാവരുടെ അറിവിലേക്കായി പറയുന്നു. ഇങ്ങനെ റെഫറൻസ് മാത്രം എഴുതി അയച്ചാൽ അതിന് പോയിന്റ് ലഭിക്കുകയില്ല. ഇതിൻ്റെ ഉത്തരവും വേണം, റെഫറൻസും വേണം. എങ്കിലേ അത് നമുക്ക് ഉത്തരമായിട്ട് പരിഗണിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ അഞ്ചാമത്തെ വിജയി സിസ്റ്റർ സാലി ജോസഫ്. ആറാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ അനു ജോസ്. ഏഴാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം അയച്ചിരിക്കുന്നത്
സിസ്റ്റർ ഡാലി ജയൻ. എട്ടാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം അയച്ചിരിക്കുന്നത് ബ്രദർ ജോയി കെ വി. ഒൻപതാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഷീബ ജസ്റ്റിൻ. വീണ്ടും സിസ്റ്റർ ഡാലി ജയൻ ഉത്തരം അയച്ചിട്ടുണ്ട്. 2-3 പ്രാവശ്യമാണ് ഉത്തരം അയച്ചിരിക്കുന്നത്. ഒരു പ്രാവശ്യം ഉത്തരം അയച്ചാൽ മതിയാവും. നമ്മുടെ 10ാമത്തെ വിജയി ആരാണെന്ന് നോക്കാം. നമ്മുടെ 10ാമത്തെ വിജയി സിസ്റ്റർ സജിത സുരേഷ്. എല്ലാവരും അയച്ച ഉത്തരങ്ങൾ ശരിയാണ്. സിസ്റ്റർ ബീന കിസാം ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ സൂസി ജോസ് ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ ശാന്തി SR ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ ജെനിമോൾ ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ എലിസബത്ത് സാം ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ സുജമോൾ കുര്യൻ ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ രമാഭായി ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ സുജ മാത്യു ഉത്തരം അയച്ചിട്ടുണ്ട്. ഡാലി ജയൻ സിസ്റ്റർ വീണ്ടും ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ ജയ വിനീഷ് ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ ആലിസ് യോഹന്നാൻ ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ ജയ ജോർജ് ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ ലിധി തോമസ് ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ സാലി മാത്യു ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ എസ്തർ ബെൻസൺ ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ ജെമി മാത്യു ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ ആൻസി തോമസ് ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ സൂസൻ ജെയിംസ് ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ ശോഭ ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ അനിത കെ ദാനിയൽ ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി ഉത്തരം അയച്ചിട്ടുണ്ട്. ബ്രദർ വിജയൻ കെ സി ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ ഷോഫ അഗസ്റ്റിൻ ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ ജയ സാമുവൽ ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ ഷീല സുനിൽ ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ ഷാൻഡി പന്നച്ചൻ ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ ശശിക ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ ആനി മാത്യു ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ അന്നമ്മ ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ അഞ്ജു സുനിൽ ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ ആനീസ് കറിയ ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ BSS JI സിസ്റ്റർ BSS GI ഉത്തരം അയച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന പേരുകൾക്കാണ് പറയുന്നത്. നിങ്ങളുടെ പേര് കൂടി ഒന്ന് എഴുതി കഴിഞ്ഞാൽ ആ പേര് വായിക്കാൻ എളുപ്പമാവും. ഉത്തരത്തിന് മുകളിലായിട്ട് പേര് കൂടി ഒന്ന് എഴുതുവാനായിട്ട് ശ്രമിക്കുക. വിജയികളെ എല്ലാവരും കണ്ടല്ലോ. നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: 5 മാസം കൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തി എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: 5 മാസം കൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തി എന്താണ്? രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ആരെയാണ് കൂലിക്ക് വാങ്ങിയത്? ചോദ്യം ഒരിക്കൽ കൂടി: ആരെയാണ് കൂലിക്ക് വാങ്ങിയത്? മൂന്നാമത്തെ ചോദ്യം ഒരു ട്രിക്കി ചോദ്യമാണ്. 5 അക്ഷരവാക്ക്. ഒന്നുകൂടെ പറയുകയാണ്: 5 അക്ഷരവാക്ക്. 1ഉം 2ഉം 3ഉം അക്ഷരങ്ങളോടുകൂടി ഒരു ചിഹ്നവും ചേർന്നാൽ നാം നിത്യം ചെയ്യുന്ന ഒരു പ്രക്രിയ. 4ഉം 5ഉം അക്ഷരങ്ങൾ ചേർന്നാൽ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ ഇത് അത്യന്താപേക്ഷിതമാണ്. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം: 5 അക്ഷരവാക്ക്. 1ഉം 2ഉം 3ഉം അക്ഷരങ്ങളോടുകൂടി ഒരു ചിഹ്നവും ചേർത്താൽ നാം നിത്യം ചെയ്യുന്ന ഒരു പ്രക്രിയ. 4ഉം 5ഉം അക്ഷരങ്ങൾ ചേർന്നാൽ ഭൂമിയിൽ നമുക്ക് ജീവിപ്പാൻ ഇത് അത്യന്താപേക്ഷിതമാണ്. ചോദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നാലാമത്തെ ചോദ്യം ഇതാണ്: കാഹളക്കാരും സംഗീതക്കാരും ഏകസ്വരത്തിൽ യഹോവയെ സ്തുതിപ്പാൻ
അവർ ഉപയോഗിച്ച വാക്കുകളും വാദ്യോപകരണങ്ങളും എന്തെല്ലാമാണ്? ചോദ്യം ഒരിക്കൽ കൂടി. കാഹളക്കാരും സംഗീതക്കാരും ഏകസ്വരത്തിൽ യഹോവയെ സ്തുതിപ്പാൻ അവർ ഉപയോഗിച്ച വാക്കുകളും വാദ്യോപകരണങ്ങളും എന്തെല്ലാമാണ്? അഞ്ചാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. ഈ പുസ്തകത്തിൽ രോഗബാധിതരായി കഷ്ടപ്പെടുകയും കിടപ്പിലായി മരിച്ചു പോവുകയും ചെയ്തവർ ആരെല്ലാമാണ്? അവരുടെ രോഗങ്ങൾ എന്തായിരുന്നു? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഈ പുസ്തകത്തിൽ, അതായത് 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ, രോഗബാധിതരായി കഷ്ടപ്പെടുകയും കിടപ്പിലായി മരിച്ചു പോവുകയും ചെയ്തവർ ആരെല്ലാമാണ്? അവരുടെ രോഗങ്ങൾ എന്തായിരുന്നു? ചോദ്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും മറക്കരുത്. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ആരും ചോദ്യത്തിന് ഉത്തരമായിട്ട് വാക്യം തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം അയക്കുക. അപ്രകാരം നമ്മൾ ദൈവവചനം പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.